ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ ഇതിൻ്റെ വലിയൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് അച്ഛനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ, അതിശക്തമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. അതായത് അത് ഒരു നിലവിട്ട് ഒരു കള്ളം പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ അത് എത്തുന്നു എന്നുള്ളതാണ്. അതായത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്ന വ്യക്തി ദേശാഭിമാനിയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്, ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം PM മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ തിരുത്തുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയുമാവുന്നുണ്ട്. ഈ പറയുന്ന സൈബർ സംഘങ്ങൾക്ക് അത് തിരിച്ചടിയാവുന്നുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിന് ഇതിലേക്ക് കൊണ്ടുവരുന്ന നോക്കൂ, നേരത്തെ തന്നെ സ്മൃതി പരുത്തിക്കാടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം സിദ്ധാർത്ഥൻ പരുത്തിക്കാട് കൂടി കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ കണക്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ കൂടി അവഹേളിക്കുന്നതുമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നല്ലോ. അതിനെങ്ങനെയാണ് കാണുന്നത്? ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. ഇത് ഇപ്പം മാത്രമല്ല, നേരത്തെയും എൻ്റെ അച്ഛനെതിരെ മോശമായി പരാമർശങ്ങൾ വരാറുണ്ട്. CPM സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയുള്ളത്, CPM ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന ഒരു വിമർശനം, BJPയിൽ നിന്ന് വരുന്ന വിമർശനം കോൺഗ്രസ് CPM അതത്ര പ്രശ്നമല്ല. അതായത് CPM ഭാഗമായി നിന്ന് അതിൽ നിന്ന് അകന്നു പോയവർ വിമർശിക്കുമ്പോൾ അവർക്ക് കൊള്ളും, വല്ലാതെ പൊള്ളും. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ദേശാഭിമാനിയിൽ നിന്നും കൃത്യമായി ജോലി ചെയ്ത് അതിനുശേഷം റിട്ടയർ ആയി പോയ മനുഷ്യനാണ്. അദ്ദേഹം അതിനുശേഷം പാർട്ടിയോട് അകലം പാലിച്ചു എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ടെനറിൻ്റെ അവസാന കാലമായപ്പോഴേ തന്നെ അദ്ദേഹം അത് പ്രകടമാക്കിയിട്ടുള്ളത്. അദ്ദേഹം MN വിജയനുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. വിജയമാഷോട് പാർട്ടി എങ്ങനെയാണ് അവസാനം പെരുമാറിയെന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയോട് അകന്നിട്ടുണ്ട്. പിന്നെ എഴുത്തുകാർ, ഇപ്പോൾ വലിയ എഴുത്തുകാരായ VR സുധീഷ് ആകട്ടെ, സന്തോഷ് കുമാർ ആകട്ടെ, ഇപ്പോൾ ജീവനോടെയില്ല TV കൊച്ചുബാവയാവട്ടെ, ഇവരൊക്കെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ളതും നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അനുഭവമുണ്ട്. എഴുത്തുകാരൊക്കെ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ, എൻ്റെ ചെറുപ്പകാലത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേ പേരെങ്കിലും ഇതൊക്കെ കണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വന്നു. ഇപ്പോൾ OP സുരേഷാണ് ആദ്യം പ്രതികരിച്ചത്. OP സുരേഷ് ദേശാഭിമാനിയുടെ മാനേജറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കോഴിക്കോട് യൂണിറ്റിൻ്റെ. അദ്ദേഹം പക്ഷേ അന്നും ഈ മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ് പണിയെടുക്കുന്നത്. അത് കവിതയൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ട് അങ്ങനെ പേഴ്സണൽ അടുപ്പമുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് PM മനോജിന് പോലും അത് ഒരു തിരുത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തേണ്ടി വന്നത്. ഈ പ്രതികരണങ്ങൾ നടത്തുന്ന ആരാണ്? ഇവർക്കൊന്നും ദേശാഭിമാനിയായിട്ടും ബന്ധമില്ല, പാർട്ടിയുമായിട്ടും ബന്ധമില്ല. ഏതൊക്കെയോ ചാവേറുകളായി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, CPM പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടാലും നിയന്ത്രിക്കില്ല. അതങ്ങനെ പോട്ടെ, ഇത് ഞങ്ങൾ ചെയ്യാത്ത ഇവരെ കൊണ്ട് ഇവരങ്ങ് ചെയ്യട്ടെ എന്ന രൂപത്തിൽ മാറി നിൽക്കുന്നത്.